ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫുഡീസിൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കോംബോ ആയിട്ടാണ് നെയ്ച്ചോറും കോഴിക്കറിയും. അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ നെയ്ച്ചോറും കോഴിക്കറിയും. അപ്പോൾ ഇതിൻ്റെ കൂടെയായിട്ട് ഞാൻ സൈഡായിട്ട് ചെയ്തേക്കുന്ന സാലഡും ഉണ്ട്, ചമ്മന്തിയും ഉണ്ട്. അപ്പോൾ സാലഡിന് ഞാൻ ചെയ്തിട്ടില്ല, ഒരു ദിവസം ഞാൻ ചെയ്ത് കാണിക്കുന്നതാണ്. ബിരിയാണി ചമ്മന്തി ഞാൻ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കുന്നതാണ്. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ റൈസ്, മലബാർ സ്റ്റൈലിലാണ് ചെയ്തേക്കുന്നത്. അതേപോലെ തന്നെ കോഴി കറി വെച്ചിട്ട് ഞാൻ പൊരിച്ചിട്ടാണ്, ഇതും മലബാർ സ്റ്റൈലിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് നന്നായി ക്ലീൻ ചെയ്ത് വെച്ചതാണ്. പിന്നെ ഈ ചിക്കൻ നമുക്ക് മസാല തിരുമ്മി വെക്കാം. അതിനായിട്ട് ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടി, എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, എരിവ് കുറഞ്ഞ മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ എരിവ് കൂടുതൽ വേണ്ടവർക്ക് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്താൽ കുഴപ്പമില്ല. പിന്നെ അതിലേക്ക് നമുക്ക് 1 നാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിക്കുക. ഈ പൊടികളൊക്കെ കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഒരുപാട് ഉപ്പ് ചിക്കനിൽ ചേർക്കേണ്ട, 1 ടീസ്പൂൺ മാത്രം ചേർത്താൽ മതി. കാരണം നമ്മൾ കറി വെക്കുമ്പോൾ വീണ്ടും ഉപ്പ് ചേർക്കുന്നതാണ്. അപ്പോൾ നന്നായിട്ട് ഞാൻ മസാല മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് ഈ മസാല ഈ ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിക്കുക. നന്നായിട്ട് ഞാൻ മസാലയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മസാല പിടിക്കാനായിട്ട് ഒരു 2 മണിക്കൂർ വെക്കാം. ഞാൻ 2 മണിക്കൂറാണ് വെച്ചത്. 2-3 മണിക്കൂർ വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ 2 മണിക്കൂറാണ് വെച്ചത്. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചിക്കനിലെല്ലാം മസാല നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനൊരു ഫ്രൈയിങ് പാൻ വെക്കുക. അപ്പം ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് കോക്കനട്ട് ഓയിലാണ്. അപ്പം ഇത് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലും ചെയ്തെടുക്കാം. അപ്പം ഞാൻ വെളിച്ചെണ്ണയിലാണ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ കറി വെക്കാൻ കുറച്ച് സമയം കൂടുതൽ വേണം. കാരണം നമുക്ക് ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്തെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കുറച്ച് ടൈം കൂടുതൽ എടുക്കും. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. ഒരു ഭാഗമൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇത് നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് കോരിടാം. ഇനി ബാക്കിയുള്ളതും കൂടെ ഈ എണ്ണയിൽ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതേപോലെ തന്നെ തിരിച്ചും മറിച്ചിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കണം. ഇതും ഒരു പുറമായിട്ടുണ്ട്. നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതും റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കോരി പാത്രത്തിലേക്ക് ഇടാം. ഇനി നമുക്ക് കറി വെക്കാനായിട്ടൊരു പാൻ വെക്കുക. അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത അതേ എണ്ണ തന്നെ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് ഒഴിക്കണ്ട, ഒരു 3 ടീസ്പൂണോളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക്
ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഇത് ഏകദേശം ഒരു 3 ടീസ്പൂൺ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ആ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് പോയി കഴിയുമ്പോൾ അതിലേക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഞാനൊരു പച്ചമുളക് ഇട്ടിട്ടുള്ളൂ, എരിവിനനുസരിച്ച് കൂട്ടാം. നന്നായിട്ട് ആ എണ്ണയിലൊന്ന് വഴന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കണം. അപ്പം ഞാനൊരു 2.5 സവാളയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ വലുതാണെങ്കിൽ ഒരു 2 സവാള മതി. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ സവാള വേഗം വഴന്ന് കിട്ടാൻ വേണ്ടി അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തോളാം. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട പൊടികൾ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ്. ഇതൊരു 3 ടീസ്പൂൺ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1 ടീസ്പൂൺ 1.5 ടീസ്പൂണോളം നമ്മൾ നേരത്തെ ചിക്കനിൽ ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടാതെ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ ഗരം മസാല, അത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ച മസാലയാണ്. ഇപ്പം ഗരം മസാല ഇല്ലെങ്കിൽ ചിക്കൻ മസാല 2 ടീസ്പൂൺ ഇതിൽ ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അതിൽ. അപ്പം മല്ലിപ്പൊടി ഞാൻ ചേർക്കുന്നുണ്ട്, അത് വറുത്ത പൊടി ആയതുകൊണ്ട് കുറച്ച് കഴിഞ്ഞ് ഞാൻ ചേർക്കും. 3 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ പൊടിയൊക്കെ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ അതിലേക്ക് ഇനി 3 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇപ്പോൾ പൊടികളൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ഇടണം. അപ്പോൾ ഞാൻ തക്കാളി ജ്യൂസാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് 1 തക്കാളിയാണ് ഞാൻ നന്നായിട്ട് അരച്ചെടുത്തതാണ്. അപ്പോൾ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ തക്കാളിയും ഈ ഉള്ളിയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം. ഞാൻ 1 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. നേരത്തെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ് നമ്മൾ ഉള്ളി വഴറ്റുന്നതിന് വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 2.5-2.25 ടീസ്പൂൺ ഉപ്പ് മതി. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഫ്രൈ ചെയ്ത ചിക്കൻ ഇട്ട് കൊടുക്കാം. ഈ ചിക്കൻ ഈ മസാലയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തുകൊണ്ട് ഇതിൽ വെള്ളം ഇല്ല. അപ്പം നമ്മൾ ഇതിലേക്ക് ഒരുപാട് തണുത്ത വെള്ളം ഒഴിക്കരുത്, ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അത് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ ഗ്രേവിക്ക് അനുസരിച്ച് നമുക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ചിക്കൻ ഈ വെള്ളത്തിൽ കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ച് മസാലയൊക്കെ പിടിക്കണം ഇതിലേക്ക്. ഇനി നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഇനി കറി ആകുമ്പോഴത്തേക്ക് നമുക്ക് റൈസിലേക്കുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ റൈസിന് വേണ്ട ഉള്ളി ആദ്യം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണയും ഒരു 3 ടീസ്പൂണോളം നെയ്യും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു വലിയ സവാള ചെറുതായി മുറിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം ഈ എണ്ണയിൽ. നന്നായിട്ടൊരു ബ്രൗൺ കളർ ആവുന്നോടം വരെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഒന്ന് നോക്കുക. അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടെ ഗ്രേവി തിക്കാവും. ഇതായിട്ടുണ്ട്. ഞാൻ ഇനി സ്റ്റൗ ഓഫ് ചെയ്യാൻ പോവാണ്.
ഉള്ളി ഏകദേശം ബ്രൗൺ കളറായി വരുന്നുണ്ട്. നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് വേണം ഇത് കോരാൻ, അല്ലെങ്കിൽ ഉള്ളി നന്നായിട്ട് കരിഞ്ഞു പോവും. അപ്പോൾ ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ കോരിയെടുക്കാനായിട്ട്. ഇനി ആ എണ്ണയിൽ തന്നെ നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കാം. അണ്ടിപ്പരിപ്പ് കുറച്ച് മൂത്തതിന് ശേഷം അതിലേക്ക് മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് നന്നായിട്ട് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കോരിയെടുക്കാം ഒരു പാത്രത്തിലേക്ക്. ഞാൻ നെയ്ച്ചോറ് വെക്കുന്നതിന് വേണ്ടി ഇവിടെ ഒരു ബൗളിൽ അരി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ എടുത്ത് വെച്ച പാത്രത്തിന് ഇരട്ടി വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ 2 പാത്രം വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അരി വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ആ സെയിം എടുത്ത എണ്ണയിൽ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ ഉള്ളി വറുത്ത അതേ എണ്ണയിൽ തന്നെയാണ് വെള്ളം ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇനി അതിലേക്ക് ഒരു 4 ഏലക്ക, 2 ചെറിയ കഷ്ണം പട്ട, ഒരു 5-6 ഗ്രാമ്പു, പിന്നെ കുറച്ച് ക്യാരറ്റ് ചെറുതായി അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഒരു 1.5 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് ഒരു ചെറുനാരങ്ങേൻ്റെ പകുതി എടുക്കുക. അതിൻ്റെ നീര് ഒഴിച്ചു കൊടുക്കണം. ഞാൻ നേരത്തെ മലബാർ സ്റ്റൈൽ ഫ്രൈഡ് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നതാണ്. അപ്പം ഞാൻ നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ വെള്ളം തിളച്ചിട്ട് നമുക്ക് ഇതിലേക്ക് അരി ഞാൻ ഓൾറെഡി കഴുകി വെച്ചിട്ടുണ്ട്, ആ അരി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ അരി വെള്ളം നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് സിമ്മിലാക്കി കൊടുക്കുക. അതുവരെ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നന്നായി തിളച്ച് ഏകദേശം അതിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ട് മൂടി വെച്ച് വേവിച്ചാൽ മതി. അപ്പോൾ എല്ലാം ഒന്ന് ജസ്റ്റ് തട്ടിപ്പൊത്തി വെക്കുക. ഇനി നമ്മൾ സിമ്മിലിട്ട് കൊടുക്കണം. ഏകദേശം ഒരു 5 മിനിറ്റ് ഇരുന്നാൽ മതി. അപ്പോഴത്തേക്ക് നമ്മുടെ റൈസ് ആവും. നമുക്ക് വെന്തോന്ന് നോക്കാം. നമ്മുടെ നെയ്ച്ചോറ് നന്നായി വെന്തിട്ടുണ്ട്. പാകത്തിന് വേവിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് വെള്ളം ഒഴിച്ചാൽ കറക്റ്റ് കുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല പാകത്തിന് കിട്ടും. ഒരുപാട് വെള്ളം കൂടി പോയാൽ അരി കുഴഞ്ഞൊക്കെ പോവും. അപ്പോൾ കറക്റ്റ് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് നമ്മുടെ റൈസ് കിട്ടും. ഇപ്പോൾ ഇത് കറക്റ്റ് വേവായി വന്നിട്ടുണ്ട്. ഒരുപാട് കുഴഞ്ഞു പോകരുത് നെയ്ച്ചോറ്. ഇനി ജസ്റ്റ് ഒന്ന് നിരത്തി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഉപ്പും വെളിച്ചെണ്ണയും നെയ്യിൻ്റെ അളവൊക്കെ കറക്റ്റായി വന്നിട്ടുണ്ട് ഇതിന്. അപ്പോൾ ഇനി നമുക്ക് റൈസ് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നല്ല പാകത്തിന് വന്നിട്ടുണ്ട്. ഇത് ചിക്കൻ കറിയും നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം.
അപ്പോൾ നമ്മുടെ മലബാർ സ്റ്റൈൽ നെയ്ച്ചോറും പൊരിച്ച കോഴിക്കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. ഇനി ആ പുതിയൊരു വിഭവമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.